ഹായ് ഓൾ, എൻ്റെ പേര് നിരഞ്ജൻ എന്നാണ്. ഞാൻ മംഗൾസ് ബീച്ചിൻ്റെ CEO ആണ്. സോ ഞാൻ അവിടെ വന്നിരിക്കുന്നത് മംഗൾസ് ബീച്ചിൻ്റെ ബ്രാൻഡ് സ്റ്റോറി, ഹൗ വി റീച്ച് ഹിയർ, ഹൗ വി ആർ ലോഞ്ചിങ്, ആൻഡ് ഞാൻ എങ്ങനെയാണ് ഒരു +2 കഴിഞ്ഞിരിക്കുന്ന ഒരാൾ എങ്ങനെയാണ് ഒരു കമ്പനി, ഒരു ഇ-കോമേഴ്സ് കമ്പനി സ്റ്റാർട്ട് ചെയ്തതെന്നാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പോൾ ഒരു ദിവസം, അതായത് +2 കാണാൻ തുടങ്ങി, ആ ഒരു ഓറ, ആ ഒരു എന്താ പറയുക ക്യാമ്പസ് ലൈഫ് ഞാൻ ആഘോഷിക്കുന്ന സമയത്ത് എനിക്കൊരു പനി വന്നു. ആ പനി വരാൻ കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ വിവേകാനന്ദ പാറയിലേക്ക് ടൂർ പോയിട്ടായിരുന്നു. സോ ആ എല്ലാ തണുപ്പും മഴയൊക്കെ കൊണ്ട് എനിക്ക് പനി പിടിച്ചു. ഞാൻ അത്യാവശ്യം കിടപ്പിലായി, അത്യാവശ്യം ക്ഷീണമായി. ആ സമയത്ത് ഞാനും അച്ഛനും സായാഹ്ന ഉപദേശങ്ങളൊക്കെ എനിക്ക് തരാറുണ്ട്. വൈകുന്നേരം വരുമ്പോൾ ഏതെങ്കിലും നല്ല നല്ല പത്രം വായിക്കുക, അതുപോലെ ബുക്ക് വായിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് സ്ഥിരം എനിക്ക് ഉപദേശങ്ങൾ തരാറുണ്ട്. പക്ഷെ ഒരു ദിവസം എന്നെ വിളിച്ചിട്ട് അച്ഛൻ പറഞ്ഞു, നീ എന്തുകൊണ്ടാണ് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനെ കുറിച്ച് ആലോചിക്കാത്തത്? ഒരു സ്ഥിരം പാറ്റേൺ, അതായത് SLC, +1, +2, പിന്നെ ഡിഗ്രി കയറുക, പിന്നെ ഒരു ജോലി എടുക്കുക, പിന്നെ പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്യുക, പിന്നെ ഒരു PhD. എന്തുകൊണ്ട് ഇതൊന്ന് ബ്രേക്ക് ചെയ്തിട്ട് ഒരു 12th കഴിഞ്ഞ ഉടനെ ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്തുകൂടാ? നല്ല ഐഡിയ ആണ്. അതായത് ഞാൻ ഒരാളുടെ അടുത്ത് പോയി ജോലി അന്വേഷിക്കുന്നതിനേക്കാൾ പകരം ഒരാൾ എൻ്റെ അടുത്ത് വന്ന് ജോലി അന്വേഷിക്കുക, അതായിരുന്നു അച്ഛൻ പറഞ്ഞ ഏറ്റവും നല്ല മോട്ടിവേഷൻ. അതായത് ഞാൻ ഹെഡ്, അപ്പോൾ ഓഫ് കോഴ്സ് ഒരു +2കാരനനുസരിച്ച് വലിയ സംഭവം. അപ്പം അങ്ങനെ കണ്ടു. പിന്നെ എന്തായിരുന്നു ഐഡിയ എന്നുള്ളത്, +1 കാലഘട്ടത്തിൽ ഞാൻ ഒരു ദിവസം ചട്ട ക്ലാസ്സിൽ പോകുന്ന സമയത്ത് എന്നോട് പറഞ്ഞിരുന്നു, ഇതെന്നെ ഒന്ന് ഇട്ട് വെച്ചിരുന്നു, ഒരു സീഡ് ഇട്ട് വെച്ചിരുന്നു. അപ്പം അന്ന് മുതൽ എൻ്റെ മനസ്സിൽ ആ ഐഡിയ ഉണ്ട്. അതാണ് മംഗൾസ് ബീച്ചിൻ്റെ ത്രെഡ്. ആ ത്രെഡ് എന്താണെന്ന് വെച്ചാൽ പെർക്കഷൻ ഇൻസ്ട്രുമെന്റ്സ്, അതായത് ക്ഷേത്രത്തിൽ ഉപയോഗിക്കുന്ന വാദ്യോപകരണങ്ങൾ, അതിൻ്റെ മിനിയേച്ചേഴ്സ്, പിന്നെ ട്രഡീഷണൽ ഉൽപ്പന്നങ്ങൾ, അതായത് മറ്റേ നമ്മുടെ നെറ്റിപ്പട്ടം, മാലവട്ടം, തിടമ്പ്, അതിൻ്റെ പല പല വെറൈറ്റീസ്, അതായിരുന്നു ഞങ്ങളുടെ ഫസ്റ്റ് ത്രെഡ്. അപ്പോൾ എനിക്കും അച്ഛനും കൃത്യമായിട്ടുള്ളൊരു ഐഡിയ ഉണ്ടായിരുന്നു എവിടെ തുടങ്ങണം, ഹൗ ടു സ്റ്റാർട്ട് ആൻഡ് വേർ വി ഷുഡ് ബി അറ്റ് ദ എൻഡ്, അല്ലെങ്കിൽ ഗോയിങ് എങ്ങനെയായിരിക്കണം, നമ്മുടെ പാത്ത് ഏതാണ് എന്ന് ഉറപ്പുണ്ടായിരുന്നു. അത് കേരള ട്രഡീഷനാണ്. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് പൂരവും ആനയും അല്ലെങ്കിൽ ആ ഒരു ഓറയാണ് എന്നെ ഏറ്റവും കൂടുതൽ സന്തോഷിപ്പിക്കുന്നത്, അല്ലെങ്കിൽ ഞാൻ ഏറ്റവും കൂടുതൽ മതിമറന്ന് ആസ്വദിക്കുന്നത് ആ ഒരു ഏരിയയാണ്. എന്നോട് പലരും ചോദിക്കാറുണ്ട്, വാട്ട് ഈസ് യുവർ ഡ്രഗ്, അല്ലെങ്കിൽ ഞാൻ എന്ത് ലഹരി പദാർത്ഥമാണ് ഉപയോഗിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ എൻ്റെ ഉത്തരം ഇതാണ്. അപ്പോൾ അതിനെ ഒന്ന് എന്താ പറയുക, ആ ഒരു സോളിനെ, ആ മേളത്തിൻ്റെയും ആ സോളിനെ എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ കൊണ്ടുവന്നുകൂടാ എന്നൊരു ഐഡിയയിൽ നിന്നാണ് ആക്ച്വലി മംഗൾസ് ബീച്ചിൻ്റെ ഒരു എന്താ പറയുക ഞാൻ എൻ്റെ സ്റ്റാർട്ടപ്പിലേക്ക് കാണുന്നത്. അപ്പോൾ അന്ന് തന്നെ ഞാൻ എൻ്റെ റിസർച്ച് സ്റ്റാർട്ട് ചെയ്തു. നമുക്ക് ഉറപ്പുണ്ടായിരുന്ന ഒരു വെബ്സൈറ്റ് ആയിരിക്കും. കാരണം ഇന്നത്തെ കാലത്ത് സ്റ്റോറിൽ പോയി വാങ്ങുന്ന ഒരു സാധനം, ഒരു അത്യാവശ്യ സാധനങ്ങൾ മാത്രമേ ഞാനടക്കം സ്റ്റോറിൽ പോയി വാങ്ങുന്നുള്ളൂ. ബാക്കിയെല്ലാം ആമസോൺ അല്ലെങ്കിൽ ഫ്ലിപ്കാർട്ട്, അതേപോലത്തെ സൈറ്റുകളിൽ നിന്നാണ് പർച്ചേസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എന്തുകൊണ്ട് ഇങ്ങനത്തെ സാധനമൊക്കെ സൈറ്റിൽ ഇട്ടുകൂടാ? സൈറ്റിൽ എൻ്റെ റിസർച്ചിൽ എനിക്ക് മനസ്സിലായി, ഒരു പെർക്കഷൻ, കേരളത്തിൽ ഉപയോഗിക്കുന്ന ഒരു പെർക്കഷൻ ഇൻസ്ട്രുമെൻറ്റും ഒത്തൻറ്റിക് ആയിട്ട് സൈറ്റിലൂടെ വരുന്നില്ല. ആമസോണിൽ 2-3 കണ്ടു, പക്ഷെ അതൊന്നും എന്നെ സംബന്ധിച്ചിടത്തോളം അത് നല്ലൊരു ഉൽപ്പന്നമായിട്ട് തോന്നിയില്ല. അതെല്ലാം എന്താ പറയുക, ഒരു ആഡ് ഓൺ ചെയ്ത് വരുന്ന സാധനങ്ങളാണ്. അപ്പോൾ നമ്മുടെ ഐഡിയ കറക്റ്റായി. പിന്നെ എങ്ങനെയാണ് വെബ്സൈറ്റ് ഉണ്ടാക്കുക എന്നതിനെ കൊണ്ട് ചിന്ത. വെബ്സൈറ്റ് ഉണ്ടാക്കാൻ എൻ്റെ പരിമിതമായ അറിവിൽ നല്ല പൈസ പൊട്ടും, അല്ലെങ്കിൽ കയ്യിൽ പൈസ ഇറങ്ങുമെന്ന് വിചാരിച്ചപ്പോൾ ഒരു കോഡിങ്ങിൻ്റെ ഒരു ബേസിക് പോലും അറിയാത്ത ഞാൻ വെബ്സൈറ്റ് ഡിസൈനിലിരുന്നു. വേർഡ്പ്രസ് സോഫ്റ്റ്വെയറിൽ ഏതാണ്ട് 2 ആഴ്ചയോളം ആ വെബ്സൈറ്റ് ഡിസൈനിങ് നീണ്ടു. അപ്പം എനിക്ക് മനസ്സിലായി, ഈ പരിപാടി എന്നെ കൊണ്ട് പറ്റില്ല. എനിക്കൊരു നല്ലൊരു ടെക്നിക്കൽ ടീമിൻ്റെ ഒരു സപ്പോർട്ട് എനിക്ക് വേണമെന്ന്. ആ കാര്യം ഞാൻ അച്ഛനായിട്ട് സംസാരിച്ചു. അച്ഛൻ ഓക്കെ പറഞ്ഞു. നമ്മുടെ ബഡ്ജറ്റ് ഇട്ടു. ഞാൻ ഒരുപാട് കുറേ ടെക്നിക്കൽ ടീംസിനെ ഞാൻ വിളിച്ചു. അതിനകത്ത് ഒരാളായിട്ട് ഞങ്ങൾ ഉറപ്പിച്ചു, ഓക്കെ ദിസ് ഇസ് ഇറ്റ്, ഇവരാണ് നമ്മുടെ സപ്പോർട്ട് ചെയ്യാൻ പോകുന്നത്. അത് ഫസ്റ്റ് മീറ്റിംഗ് ഞാനും അച്ഛനും കൺവിൻസ്ഡ് ആയി. അവരായിട്ടുള്ള ഫസ്റ്റ് മീറ്റിങ്ങിൽ ഞാനും അച്ഛനും കൺവിൻസ്ഡ് ആയി. കൂടെ നമ്മുടെ ഒരു ഫാമിലി മെമ്പർ കൂടി ഉണ്ടായിരുന്നു, അച്ഛൻ്റെ അനിയനും കൂടി ഉണ്ടായിരുന്നു. അദ്ദേഹം ഈ ടെക്കി ആൻഡ് വെബ്സൈറ്റ് ഡിസൈനിങ് അല്ലെങ്കിൽ വെബ്സൈറ്റ് മാർക്കറ്റിങ്ങിലൊക്കെ അത്യാവശ്യം
അനുഭവമുള്ള ഒരാളായിരുന്നു. സോ ഞങ്ങൾ 3 പേരും കൂടി മീറ്റിങ്ങിലിരുന്നത് കൺവിൻസ്ഡ് ആയി. അങ്ങനെ ആള് കൊട്ടേഷൻ അയച്ചു വന്നു, അത് ഓക്കെ ആയി. അങ്ങനെ വെബ്സൈറ്റിൻ്റെ പണി സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ സെപ്റ്റംബർ ഏതാണ്ട് പകുതിയോടെ കഴിഞ്ഞു 2024 സെപ്റ്റംബർ പകുതി സമയത്ത് ഞങ്ങളുടെ അവർ വെബ്സൈറ്റ് ഡിസൈനിങ് കാണിച്ചു. ആൻഡ് സീരിയസ്ലി ഐ വാസ് പാക്ഡ്. എൻ്റെ മനസ്സിൽ ഞാൻ കണ്ടൊരു വെബ്സൈറ്റ് അത് ഡയറക്റ്റ്ലി എൻ്റെ മുമ്പിൽ വരികയാണ്. ഒരു എന്താ പറയുക, ഞാൻ ആ ടെക്നിക്കൽ ടീമിന് പറഞ്ഞു കൊടുത്ത എല്ലാ കാര്യങ്ങളും അവരെന്ത് ചെയ്തു വെച്ചിട്ടുണ്ട്. അതും പല ഏരിയ ഞാൻ ഡയറക്റ്റായിട്ടല്ല പല കാര്യങ്ങളും ഞാൻ പറഞ്ഞത്. പക്ഷെ അവരെല്ലാവരും മനസ്സിലാക്കി, എനിക്ക് ആ ഒരു ഔട്ടിങ് തന്നു. ആൻഡ് വി ബോത്ത് വർ ഹാപ്പി. പിന്നെ എന്തൊക്കെയോ പ്രശ്നങ്ങൾ വന്ന് തട്ടി ഞങ്ങൾക്ക് ലോഞ്ച് ചെയ്യാൻ പറ്റില്ല. പിന്നെ ആ ടെക്നിക്കൽ ടീം ഞങ്ങൾ കംപ്ലീറ്റ്ലി വിട്ടിട്ട് ഞങ്ങൾ വിചാരിച്ചു ആ ടീം നടക്കില്ല. അതായത് ഡിസൈനിങ് കാണിച്ചിട്ട് പിന്നെ ഒരു മൂവ്മെൻറ്റ് മുന്നോട്ട് ഉണ്ടായിരുന്നില്ല. നമുക്ക് തന്നിരിക്കുന്ന 40 ഡേയ്സിന് ടൈം പോലും കഴിഞ്ഞു. അപ്പോൾ മനസ്സിലാക്കി ഇത് ശരിയാവില്ല എന്ന് മനസ്സിലാക്കി. നവംബർ 1-ാം തീയതി ലോഞ്ചിങ് ഡേറ്റ് ഏകദേശം ഫിക്സ് ചെയ്തു. മാർക്കറ്റിംഗ് ഐഡിയാസ് ഫുൾ ഓഫ് ചെയ്യുന്ന സമയത്ത് വെബ്സൈറ്റ് ആയിട്ടില്ല.